സ്നേഹമുള്ളവരെ, ഡിസംബർ മാസം തന്നെ ഭയങ്കര ചില്ലിങ് ആയിട്ടുള്ളൊരു മാസമാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. ന്യൂ ഇയർ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു പീക്കിലെത്തുന്നു. നമ്മൾ ഈ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളൊരു ലാൻഡ്മാർക്കായിട്ട് കീപ്പ് ചെയ്ത് വെക്കുന്നതാണ് ന്യൂ ഇയർ. നമ്മൾ ഈ ന്യൂ ഇയർ പല കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, പല കാര്യങ്ങളെയും നമ്മളെ കറക്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ന്യൂ ഇയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ന്യൂ ഇയറായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ന്യൂ ഇയറായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചെറിയ കഥയാണ്. ഒരിക്കലും ഒരു യാത്രക്കാരൻ ഒരുപാട് യാത്ര ചെയ്ത് ഒരു പുഴയുടെ തീരത്തെത്തുന്നു. പുഴ നീന്തി കിടക്കാനാവാതെ അദ്ദേഹത്തിൻ്റെ ചുമലിലുള്ള വലിയൊരു ബാഗുണ്ട്. ഈ ബാഗ് കാരണം ഇദ്ദേഹത്തിന് പുഴ നീന്തി കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ പുഴയുടെ അടുത്ത് നിന്ന് ഇദ്ദേഹത്തോട് പറയുകയാണ്, താങ്കളുടെ ബാഗിലുള്ള ബാഗൊന്ന് തുറക്കാൻ പറയുകയാണ്. അപ്പോൾ ഈ ബാഗ് തുറന്നു കഴിഞ്ഞപ്പോൾ പ്രതീകാത്മകമായിട്ട് അതിൻ്റെ അകത്ത് ഇയാളുടെ ഒരു കനമുള്ള, ഇയാളുടെ ഒരു ഭാരപ്പെട്ട ഒരു കല്ലെടുത്ത് മാറ്റുകയാണ്. ആ കല്ല് സൂചിപ്പിക്കുന്നത് ഇയാൾക്ക് മറ്റുള്ളവരോടുള്ള ശത്രുതയാണ്. പിന്നെ വീണ്ടും ഒരു കല്ലെടുത്ത് മാറ്റുമ്പോൾ ഇയാളുടെ ആ കല്ല് സൂചിപ്പിക്കുന്നത് ഇയാൾക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യവും, പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് പല സ്വഭാവ വൈകല്യങ്ങളുള്ളതെല്ലാം ഈ ബാഗിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ ബാഗിലുള്ള എല്ലാ കല്ലുകളും എടുത്ത് പുറത്തിട്ട് കഴിയുമ്പോഴേക്കും ഇദ്ദേഹം വളരെ ഫ്രീ ആവുന്നു, കനം കുറഞ്ഞൊരു മനുഷ്യനായി തീരുന്നു. ഇദ്ദേഹത്തിന് വളരെ സ്മൂത്തായിട്ട് ഈ പുഴ കടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മൾ ഭാരക്കുറവുള്ള മനുഷ്യരായി തീരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പറയാൻ എല്ലാവർക്കും വളരെ എളുപ്പമാണ്, എല്ലാവരും പക്ഷേ ഭാരമുള്ള മനുഷ്യരായി തീരാനാണ് നോക്കുന്നത്. ഭയങ്കര ബലം പിടിച്ചും ഭയങ്കര സീരിയസ് ആയിട്ടും ഒക്കെ ഉള്ള ആൾക്കാരായിട്ട് തീരാനാണ്. ഓരോ കാര്യങ്ങളിൽ കുറ്റം കാണാനും കുറവുകൾ കാണാനും മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും ക്യാമറ ഫോക്കസ് ചെയ്ത് വെക്കാനാണ് നമുക്ക് താല്പര്യം. പക്ഷേ നമ്മളെപ്പോഴും ഒരു ഭാരക്കുറവുള്ള മനുഷ്യനായിട്ട് എത്തിച്ചേരുന്നു. അതാണ് ഒരു വ്യക്തിയുടെ ഒരു ജീവിത വിജയമെന്ന് പറയുന്നത്. നമുക്കൊരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, ഒരു ബസ്സിൽ കയറിയിരിക്കണം. ആ ബസ്സിൽ എഴുതിയിരിക്കുന്ന ബോർഡിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മൾ ആരൊക്കെയോ പറഞ്ഞിട്ട് ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് ആ ബസ് വിട്ട് യാത്ര ചെയ്യുന്നു. പക്ഷേ നമ്മൾക്ക് പോകേണ്ട യഥാർത്ഥ ഡയറക്ഷനിലല്ല ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡാമേജ് കുറയും. നമുക്കുണ്ടാകാവുന്ന ഒരു ഡാമേജ്, നമ്മൾക്ക് സംഭവിക്കാവുന്ന ഒരു ദുരന്തങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കുറക്കാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റണം, പെട്ടെന്ന് നമുക്ക് കാലത്തിനനുസരിച്ച് മാറാനും പറ്റണം. നമ്മൾ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ നമുക്ക് തോന്നുകയാണ്, പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുകയാണ് അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരുത്താനായിട്ടുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും മാറ്റങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇങ്ങനെ മാറുന്നവർക്കും വേണ്ടിയുള്ളതാണ് ലോകവും വിജയങ്ങളും. അത് നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് ഇങ്ങനെ ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബലം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് നമ്മുടെ മരണം വരെ അതുമായിട്ട് ചേർന്ന് ജീവിച്ച് മരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഓരോ പുതുവർഷവും നമുക്ക് പുതിയ ചിന്തകളും പുതിയ കാര്യങ്ങളും നമുക്ക് മാറാനായിട്ടുള്ള ഒരു അവസരങ്ങളായി മാറട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു.